ദൈവത്താൽ ഉയർത്തപ്പെട്ട മതിലുകൾ, ഉയർന്നിരിക്കേണ്ട മതിലുകൾ കാലത്തിൻ്റെ യാത്രയിൽ ശത്രു സൈന്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിലം പതിച്ചു. അത് തീ വെച്ച് ചുട്ടുകളഞ്ഞു. ഈ വാർത്തകൾ കാതിൽ വീണപ്പോൾ നെഹമ്യാവിൻ്റെ അകത്തെ പ്രാർത്ഥനാ മനുഷ്യൻ എഴുന്നേറ്റു. തന്നിൽ ആ പ്രാർത്ഥനകൾ ഉപവാസങ്ങളായി മാറി. വീണുപോയ മതിലുകളെ പണിയണമെന്നുള്ള തീവ്രമായ ആഗ്രഹങ്ങൾ തന്നിൽ ഉയർന്നു. അതിൻ്റെ ദർശനങ്ങളും നിയോഗങ്ങളും ദൈവത്താൽ താൻ പ്രാപിച്ചെടുത്തു. ആ തലമുറയിൽ ദൈവത്തിൻ്റെ ഹൃദയഭാരത്തെ ഭയങ്കരമായി ചുമന്ന മനുഷ്യൻ ദൈവനിയോഗത്തിൻ്റെ അകത്ത്, ദൈവനിയോഗത്തിൽ തന്നോടൊപ്പം ചേർന്ന് വന്നൊരു തലമുറയോടൊപ്പം ഇടിഞ്ഞു കിടന്ന മതിലുകളെ താൻ നന്നാക്കിയെടുത്തു. എവിടെയൊക്കെയോ പൈശാചിക ലോകം വീണ്ടും കടന്നാക്രമിക്കാൻ സാധ്യതയുള്ള ശത്രു സൈന്യങ്ങളുടെ പഴുതുകളെ അദ്ദേഹം അടച്ചു. വെല്ലുവിളികൾ ഒത്തിരി ഉയർന്നു വന്നു. പക്ഷേ ആ വെല്ലുവിളികളുടെ നടുവിലും ആ മനുഷ്യൻ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇന്നലകളിൽ അഭിഷക്തന്മാരിലൂടെ, ദൈവമക്കളിലൂടെ, വചനത്തിലൂടെയും ആത്മാവിലൂടെയും അഭിഷേകത്തിലൂടെയും ആത്മലോകത്തിൻ്റെ അകത്ത്, സഭകൾക്കകത്ത് പണിതുയർത്തപ്പെട്ട മതിലുകൾ കാലത്തിൻ്റെ യാത്രകൾ എവിടെയോ പൈശാചിക ലോകം പലവിധ സാഹചര്യങ്ങൾ ഉയർത്തി ഇടിച്ചു കളഞ്ഞു. അതിൻ്റെ അനന്തരഫലമായി സഭകൾക്കകത്തുനിന്ന് തലമുറകൾ അപഹരിക്കപ്പെട്ടു. ഉപയോഗിക്കപ്പെടേണ്ട ഒത്തിരി തലമുറകളെ പൈശാചിക ലോകം ഉടച്ചു കളഞ്ഞു. വീണ്ടും നമുക്ക് എഴുന്നേൽക്കാം. നെഹമ്യാവിനെ പോലെ വീണുപോയ മതിലുകളെ പഴുതുകളടച്ച് ആത്മാവിൽ പണിതെടുക്കാൻ തോളോട് തോൾ ചേർന്ന് നമുക്ക് നിൽക്കാം. ദൈവിക ദർശനത്തോടൊരു തലമുറ എഴുന്നേറ്റ് വരുന്നു. വീണുപോയ മതിലുകളെ പണിയാൻ, ദൈവനിയോഗത്തിൻ്റെ അകത്ത് ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയാം. നമുക്കൊരുമിച്ച് എഴുന്നേൽക്കാം, മതിലുകളെ പണിയാം. എറേസ് ആൻഡ് ബിൽഡ്. ഗോഡ് ബ്ലെസ് യു.